എന്ത് ചെയ്യണം? ഞാൻ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യും, നിങ്ങൾ അതിനനുസരിച്ചിട്ട് അതിന്റെ ആൻസർ കീ അല്ലെങ്കിൽ ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സജഷൻസ് ജസ്റ്റ് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ അയക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ, കറക്റ്റ് ആൻസർ ഡിസ്കസ് ചെയ്യും, അതിന്റെ എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is an example of a fresh water sponge? ഒരു ഫ്രഷ് വാട്ടർ സ്പോഞ്ചിന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. സൈഫ, ല്യൂക്കോസ്, സൊളേനിയ, സ്പോഞ്ചില്ല, യൂപ്ലെക്റ്റില്ല. ഏതായിരിക്കും? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, സി എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് അബൌട്ട് ജാസ്മിൻ? ഫോണസ് നമ്മൾ പേര് വിളിക്കുമ്പോൾ ലെഫ്റ്റ് ആവുകയാണ്. എനിവേ ഓക്കെ, ഓപ്ഷൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following organisms has a high capacity for regeneration? റീജനറേഷന്റെ ഹൈ കപ്പാസിറ്റി ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. ഏരിയ ആണോ, അസ്കാരിസ് ആണോ, ഈപ്പൻ ഓർ ടീനോ പ്ലാൻ ആണോ? ഏതായിരിക്കും? പറഞ്ഞോളൂ. ഓക്കെ, എ എന്ന് പറയുന്നുണ്ട്. ബ്രദേഴ്സ് അനുശ്രീ, ഹനിയ. ഓക്കെ, എ എന്ന് തന്നെ രണ്ടുപേരും ുള്ളത്. ആണെന്നുണ്ടെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. The vector of Yersinia pestis which causes plague. പ്ലാഗ് കോസ് ചെയ്യുന്ന യെർസിനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൈക്രോബിന്റെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻസെക്ട് ഏതാണ് ചോദിക്കുന്നത്. ക്യൂലസ് മോസ്കിറ്റോ ആണോ, റാറ്റ് ഫ്ലീസ് ആണോ, ഫ്ലൈ ആണോ, ഹ്യൂമൻ ലവ്സ് ആണോ? ഓക്കെ, എന്റെ പേര് ബി എന്ന് പറയുന്നത്, റാറ്റ് ഫ്ലീസ് എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും സജസ്റ്റോ? അനുശ്രീ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. is found in Hemicodata, Urocodata, Cephalocodata or vertebrata. ആണ്. പറഞ്ഞോളൂ. എ, ബി എന്ന് തന്നെയാണ് എല്ലാവരുടെയും സജഷൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Which is an African kingfish? ആഫ്രിക്കൻ കിങ്ഫിഷ് ഏതാണെന്ന് ചോദിക്കും. ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Prototerus, Neotetrus, Latimeria, Epidosiren. കണ്ടല്ലോ, വളരെ കറക്റ്റ് ആയിട്ട് ഈവൻ തിങ്ക് ചെയ്യാനും പോലും ഈ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എസ്പെഷ്യലി ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. What about others? വേറെ ഏതെങ്കിലും? ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. Wax belongs to the order Cetaceae, Prudentia, Carnivora or Sirenia. ഇതായിരിക്കും. ഓക്കെ, കാർണിവോറ പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളൂ. 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട്. Seventh one, the animal known as the sea mouse is Hippocampus, Eupagarus, Aphrodite. ഓരോ ടേം കോംപ്ലിക്കേറ്റഡ് ആണ്. Aphrodite
രണ്ടുപേര് പറയുന്നത്. മറ്റേ സജഷൻ ഉണ്ടോ? ഓക്കെ, എയ്ത്ത് വൺ നോക്കാം. ടാഡുല is found in grasshopper, starfish or apple snake. Okay, slightly cues. ഡയറക്റ്റ് ആയിട്ട് മാത്രമാണ് ചോദിക്കുന്നത്. Okay, good response. Good, good. നോക്കാം. സെലക്ട് ഓഫ് എ പോയിസണസ് ലിവ്. എന്തായിരിക്കും? എനോസോമ, എലോമ, വൈപ്പർ ഓർ ക്രോക്കഡൈൽ. വളരെ കോമൺ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. എന്തായിരിക്കും? ഒരാൾ പറയുന്നുണ്ട് യെസ്. നിരഞ്ജനാണ്. എന്തായാലും എ എന്നുള്ളതിൽ നമുക്ക് പോവാം. കല്ലി നോക്കാം എന്തായിരിക്കും കറക്റ്റ് ആൻസർ. ടെൻത്ത് വൺ, ദ ഓർഗാനിസം നോൺ ആസ് ഹോം ജെല്ലീസ്. ഹോം ജെല്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം ചെയ്യുന്നത് ടീനോഫോറ, സിലൻഡ, ജെല്ലിഷ് ഓർ പ്ലാറ്റി ഹെൽമിന്തസ്. അടുത്തതാണ്. ഓക്കെ, I don't know sir. Higher textbook exactly. Okay, നോക്കാം. Which is not an example of a UPL? Macropus, Possum, Platypus, Wallaby. Okay, direct ആണ്. 12th one, the bird kiwi belongs to Passeriformes, Apteriformes, Psittaciformes, Tritiformes. Oh, nice names. Okay. ഉള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ നോക്കാം. The number of cervical vertebrae present in giraffe, 7, 8 or 6. ഏതായിരിക്കും? 7 എന്ന് പറയുന്നുണ്ട്. Which of the following statements is true? All chordates are vertebrates. All vertebrates are chordates. Notochordates are vertebral column. Invertebrates possess a tubular core. Okay. What about this? Okay. All vertebrates are chordates എന്നാണ് പറയുന്നത്. 15th one, temperature in the environment affects most of the animals which aquatic, poikilothermic, desert living. പറഞ്ഞോളൂ. poikilothermic വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. Which among the following is not taken into account under the 5 kingdom classification? വളരെ ആണ്. ഇതുപോലെയൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ ചോദിക്കുന്നത്. ഇറ്റ്സെൽഫ് ഇതെന്താണ് ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തതാണ്. വെറുതെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. Scientists hosted the 3 kingdom system classification. Again, KG students അറിയുന്നുണ്ടാവും. എന്ന് പറയുന്നത് അത് ഓക്കെ ഫൈൻ.
18th one, maltose is a disaccharide of. Maltose disaccharide units ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആണോ, ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ്, ഓർ പെക്ടോസ് ആൻഡ് ലെക്ടോസ്? ബേസിക് ബയോകെമിസ്ട്രി ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓക്കെ, അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സിംപ്ലസ്റ്റ് അമൈനോ ആസിഡ് ഈസ്, ഓപ്ഷൻ തന്നെ വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫൈനൽ anyone? Okay, others? ഓക്കെ, ഇപ്പോ കണ്ടല്ലോ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പക്ക ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈവൻ നമുക്കൊരു സെക്കൻഡ് തോട്ട് പോലും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ലൈക്ക് ഉണ്ടല്ലോ സയന്റിസ്റ്റ്, അതുപോലെ വളരെ ഹയർ സെക്കൻഡറി ലെവലായിട്ടാണ്. പക്ഷെ ഐ തിങ്ക് മേ ബി ഒരു ഇഷ്യൂ ഉണ്ടാവാറുള്ളത് ഈ ഒരു ബയോ ഇൻഫോർമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കാം മേ ബി. കാരണം ഇപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഫീൽഡിൽ നിന്ന് ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചവർ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമ്മുടെ ഈ ഒരു സുവോളജി, ബയോടെക്നോളജി ആ ഒരു, അല്ലെങ്കിൽ ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ പൊതുവെ ബയോ ഇൻഫോർമാറ്റിക്സ് ആയിട്ട് അത്ര ഒരു എക്സ്പോഷ്യർ ഉണ്ടാവാറില്ല. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. എക്സ്പോഷ്യർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോ അങ്ങനെ ഒരു നിങ്ങൾക്ക് തന്നെ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു എന്തുണ്ടാവും, സ്വയം ബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ബയോ ഇൻഫോർമാറ്റിക്സിൽ വലിയൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കണം. ഐ തിങ്ക് എക്സാം അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം, അതിന്റെ ആൻസർ എന്തെല്ലായിരിക്കും. ഫസ്റ്റ് റിസൾട്ട് എന്തായിരുന്നു? പോഞ്ചില്ല തന്നെയായിരുന്നു ഒരുപാട് പേര് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. Spongilla is a genus of freshwater sponges that live in clean, calm freshwater environments like ponds and streams. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയ ഒരു പോയിന്റ് കിട്ടി. സ്പോഞ്ചില എന്ന് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്. അപ്പൊ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അൺലൈക്ക് മോസ്റ്റ് സ്പോഞ്ചസ് ദാറ്റ് ആർ മറൈൻ, സ്പോഞ്ചില്ല ഈസ് അഡാപ്റ്റഡ് ടു ഫ്രഷ് വാട്ടർ ആൻഡ് ഈസ് ഓഫൻ യൂസ്ഡ് ആസ് എൻ എക്സാമ്പിൾ ഇൻ സുവോളജി ഫോർ ഫ്രഷ് വാട്ടർ റിഫറൻസ്. അതിൽ ഒരുപാട് പോയിന്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതായത് മെജോറിറ്റി ഓഫ് സ്പോഞ്ചസ് എന്താണ്, മറൈൻ ആണ് എന്നുള്ള ഒരു പോയിന്റ് ആണ്. സ്പോഞ്ചില്ല ഓൾറെഡി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതായത് പോറിഫറൻസ്, ഫ്രഷ് വാട്ടർ പോറിഫറൻസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കപ്പെട്ട ആളാണ് പറയുന്നുണ്ട്. അപ്പോ ഈവൻ നമുക്ക് ഈ ഒരു ഇയറിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. സ്പോഞ്ചില്ല ഓപ്ഷൻസ് ആയിട്ട് വരുന്ന, അപ്പോൾ ആ ഒരു ആൻസർ ശരിയാവാനുള്ള ചാൻസ് അധികം ഉണ്ട്. ഐ മീൻ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ സൈഫ ആൻഡ് ല്യൂക്കോസൊളേനിയ ആർ മറൈൻ സ്പോഞ്ചസ്. ആ പോയിന്റ്സ് എല്ലാം നോട്ട്, നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് യൂപ്ലേക്റ്റല്ല ഈസ് എ മറൈൻ ഡീപ് സീ സ്പോഞ്ച്. അതായത് ഈ മറ്റാളുകളെല്ലാം സ്പോഞ്ചസ് തന്നെയാണ്, പക്ഷെ സൈഫ അതുപോലെ തന്നെ ല്യൂക്കോസൊളേനിയ എന്താണ്, മറൈൻ സ്പോഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ യൂപ്ലേക്റ്റല്ല ഡീപ് സീ, മറൈൻ ഡീപ് സീ സ്പോഞ്ച് ആയിട്ടാണ് വരുന്നത്. അവരുടെ മറ്റുള്ളൊരു നെയിംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സും ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. മോർ ഇമ്പോർട്ടൻ്റ് ആ ഒരു സിനോണിം ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓൾസോ നോൺ ആസ് ഗ്ലാസ് സ്പോഞ്ച് എന്നുള്ള ആ ഒരു ടേം. കാരണം അതുപോലെയുള്ള എന്താ പറയാ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് അധികമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത്,
the following organisms high capacity for regeneration. Okay. The correct answer വരുന്നത് പ്ലനേരിയ ആണ്. പ്ലനേരിയനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ഫ്ലാറ്റ് വേംസ് എന്നുള്ളത്. അവരുടെ ആ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ അവർ എക്സ്ട്രാ ഓർഡിനറി റീജനറേറ്റീവ് എബിലിറ്റീസ് ആണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. യെസ്. പിന്നെ ഇതിൽ നോക്കേണ്ടത് ആസ്കാരിസ് എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് റൗണ്ട് വേം ആണ് വിത്ത് പുവർ റീജനറേറ്റീവ് എബിലിറ്റി. അത് നോക്കില്ലാണെങ്കിൽ പോലും ആസ്കാരിസ് പാരസൈറ്റിക് റൗണ്ട് വേം ആണുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സീപ്പൻ എന്ന് പറയുമ്പോൾ ഒരു കൊളോണിയൽ മറൈൻ നിഡേറിയൻ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ടീനോ പ്ലാന എന്ന് പറയുമ്പോൾ ഒരു ടീനോ 4 ആണ്, അതായത് കോംജെല്ലി എന്നുള്ള ക്ലാസ്സിൽ വരുന്ന ആളുകളാണ്. ആൻഡ് അവർക്ക് എന്തില്ല, റീജനറേഷൻ എബിലിറ്റി തന്നെ ഇല്ല. ഇപ്പൊ ഈ ഒരു കോംജെല്ലി എന്നുള്ള സംഭവം ഐ തിങ്ക് റിപ്പീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റാറ്റ്ഫ്ലീസ് ആൻഡ് യെർസിനിയ സ്പെസ്റ്റിസ് എന്നുള്ള ആ ഒരു ട്രെയിനിന്റെ വെക്ടർ എന്ന് പറയുന്നത് റാറ്റ് ഫ്ലീസ് തന്നെയാണ്. അപ്പോൾ യെർസിനിയ പെസ്റ്റിസ് ആണ് പ്ലാഗ് കോസ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇൻക്ലൂഡിങ് ബൊബോണിക് പ്ലാഗ് എന്നും കൂടി പറയുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഈ ഒരു റാറ്റ് ഫ്ലീ എന്നുള്ള ഈ ഒരു ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിം വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫീനോസൈല ട്യൂട്ടിസ്. മേ ബി റാറ്റ് ഫ്ലീക്ക് പകരം മേ ബി നെക്സ്റ്റ് ടൈം ഈ ഒരു സയന്റിഫിക് നെയിം അവൻ ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ലൂപ്പ് ഹോള് ഉണ്ടാക്കി വെക്കരുത്. ആൻഡ് ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണ്, റോഡൻസ് ടു ഹ്യൂമൻസ്. റോഡൻസ് ടു ഹ്യൂമൻസ് ത്രൂ ബൈറ്റ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. ബൈറ്റ്സിലൂടെ റോഡൻസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസ് തന്നെയാണ് പ്ലാഗ് എന്ന് നമുക്ക് പറയാം. പിന്നെ ക്യൂലസ് മോസ്കിറ്റോ എല്ലാവർക്കും അറിയുന്ന ബേസിക് സംഭവമാണ്. ഫൈലേരിയാസിന്റെ ഒക്കെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. സാൻഡ് ഫ്ലൈ ലെഷ്മേനിയ, അതായത് ലെഷ്മേനിയാസിസ് എന്നുള്ള ഡിസീസ് തന്നെയാണ്. ഹ്യൂമൻ ലവ്സ് എന്ന് പറയുമ്പോൾ റിക്കറ്റ്സിയ പ്രൊവാസയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. കൂടുതലായിട്ട് നമുക്ക് അതിന് ടൈം കളയേണ്ട ആവശ്യമില്ല. ഫോർത്ത് വൺ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ട്യൂണിസിൻ ഫൗണ്ട് ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിലായിരുന്നു? യൂറോകോഡാറ്റ ആണ് ആൻസർ വരുന്നത്. ഐ തിങ്ക് എല്ലാവരും കറക്റ്റ് ആക്കി തന്നെ അത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക്. ഓക്കെ, ഈ തന്നെ ആയിരുന്നില്ല ഓപ്ഷൻ. യാ, ആരെങ്കിലും റിമെമ്പർ ചെയ്യുന്നുണ്ടോ? ഇതിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തത് ഏതായിരുന്നു? Anyone? ഓക്കെ, യൂറോകോഡാറ്റ തന്നെയാണ് നിങ്ങളും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. ട്യൂണിസിൻ ഈസ് എ സെല്ലുലോസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ട്യൂണിസിൻ എന്ന് പറയുന്നത് സെല്ലുലോസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോ നെക്സ്റ്റ് ടൈം മേ ബി ചോദിക്കാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ടൈം കൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ മാത്രമല്ല, ഈ മറ്റേത് എക്സാമിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ട്യൂണിസിൻ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലോസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ഫസ്റ്റ് ആയിട്ട് നോക്കാം. പിന്നെ ട്യൂണിക് എന്ന് പറയുമ്പോൾ ഔട്ടർ കവറിംഗ് ഓഫ് ട്യൂണിക്കേറ്റ്സ്, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. അത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് പ്രൊട്ടക്ഷൻ, ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് അവർ കാണിക്കുന്നത്. പിന്നെ പറയുന്ന പോയിന്റ് എന്താണ്? ട്യൂണിക്കേറ്റ്സ് ആർ മറൈൻ ആനിമൽസ് ദാറ്റ് ഫിൽട്ടർ, ഫീഡ് ആൻഡ് ഷോ കോഡഡ് ഫീച്ചേഴ്സ് ഡ്യൂറിംഗ് ദെയർ ലാർവൽ സ്റ്റേജ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ എക്സെപ്ഷണൽ ഫീച്ചർ ആണ്, അല്ലെങ്കിൽ അവരുടെ യുണീക് ഫീച്ചർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. എന്താണ് ഒരു ട്യൂണിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ മറൈൻ ആനിമൽസ് ആണ് ദാറ്റ് ഫിൽട്ടർ ഫീഡ്. മേ ബി ആ ഒരു ടേം തന്നെ ആയിരിക്കാം ചോദിക്കുക ഇങ്ങനെയുള്ള എക്സാംസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലെല്ലാം. ആൻഡ് ഷോ കോഡഡ് ഫീച്ചേഴ്സ് ഡ്യൂറിംഗ് ദെയർ ലാർവൽ സ്റ്റേജ്, അതിന്റെ ലാർവൽ സ്റ്റേജിന്റെ ഒരു ഫീച്ചർ ആണ് അവിടെ മെൻഷൻ ചെയ്തത്. പിന്നെ ഹെമികോഡാറ്റ, അതുപോലെ സിഫാലോ കോഡാറ്റ, വെർട്ടിബ്രാറ്റ ഒക്കെ എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കാറ്റഗറീസ് തന്നെയാണ്. അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പിന്നീട്ടുന്നു. അപ്പോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആഫ്രിക്കൻ എൻഫിഷിന് റിലേറ്റഡ് ആയിരുന്നു. അതിന് ആൻസർ എന്താണ്? പ്രോട്ടോട്ടറസ് ആണ്.
ഇതാണ് പ്രോട്ടോടെറസ് ഈസ് എ ജീനസ് ഓഫ് ആഫ്രിക്കൻ ലങ്ഫിഷ്. ആഫ്രിക്കൻ ലങ്ഫിഷിന്റെ ഒരു ജീനസ് ആണ് പ്രോട്ടോടെറസ് എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഫ്രഷ് വാട്ടർ ബോഡീസിലാണ് നമ്മൾ ഇവരെ കാണപ്പെടുന്നത്. And lungfish are known for their ability to breathe air using lungs, especially during droughts. Droughts നടക്കുന്ന സമയത്ത് അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? അവരുടെ ലങ്സ് യൂസ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രത്യേകം ആയിട്ടുള്ള അമേരിക്കൻ ലങ് ഫിഷ് എന്നുള്ള പേര് തന്നെ വന്നത്. മറ്റുള്ളവരുടെ പേരും കൊടുത്തിട്ടുണ്ടല്ലോ. നിയോസെറാറ്റോഡസ് എന്ന് കൊടുക്കുന്ന ഓസ്ട്രേലിയൻ ലങ് ഫിഷ് എന്നാണ് വിളിക്കുന്നത്. ലാക്ടിമേറിയ എന്ന് പറയുമ്പോൾ നോട്ട് എ ലങ് ഫിഷ്, ഒരു ലങ് ഫിഷ് അല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ലെപ്പിഡോസൈറൻ എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കൻ ലങ് ഫിഷ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവര് ഡിഫറെന്റ് ലങ് ഫിഷിന്റെ നെയിം തന്നത്, എന്നിട്ട് ആഫ്രിക്കൻ ലങ് ഫിഷിനെ ചോദിച്ചത്. അപ്പൊ അത് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലിയർ ആക്കി മനസ്സിൽ വെക്കുക. സിക്സ്ത് വൺ ഐ റിമെമ്പർ, നിങ്ങൾ പറഞ്ഞു ഓറാന്ന് തന്നെയാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ഓൾസോ ട്രൂ. വാൾറസസ് ആർ ലാർജ് മറൈൻ മാമൽ ആണ് ആൻഡ് ബിലോങ് ടു ദ ഓർഡർ കാർണിവോറ. അവരുടെ സബ് ഓർഡർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നിപ്പേരിയ. ഈ ഒരു സെയിം സബ് ഓർഡറിലാണ് സീൽസ് ആൻഡ് സീ ലയൺസ് എല്ലാം വരുന്നത്. അതും ഐ തിങ്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇതൊക്കെ വളരെ എന്താ പറയാ കോമൺ ആയിട്ട് ഇപ്പോഴും, ഐ മീൻ ഈവൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് സുവോളജി അല്ലെങ്കിൽ പോലും അത് ഹയർ സെക്കൻഡറിയിൽ കേട്ടിട്ടുള്ള ഓർമ്മ എനിക്ക് എന്റെ മൈൻഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, despite being aquatic, they are carnivores and feed mainly on benthic invertebrates. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. feed mainly on benthic invertebrates എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സെറ്റാസിയ ഇൻക്ലൂഡ്സ് വെയിൽസ് ആൻഡ് ഡോൾഫിൻസ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ. റൊഡൻഷ്യ ഇൻക്ലൂഡ്സ് റോഡൻസ് ലൈക്ക് റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ്. പൈറേനിയ ഇൻക്ലൂഡ്സ് മനറ്റീസ് ആൻഡ് ഡഗോൺസ്. അതൊക്കെ അവരുടെ ബ്രാക്കറ്റിന് കൊടുത്തിട്ടുണ്ടല്ലോ അവരെന്താണെന്നുള്ളത്. ഹെർബിവോറസ്, അക്വാട്ടിക് മാമൽസ്, വാട്ടെവർ അവരുടെ ഫീച്ചർ എന്താണോ. പിന്നെ ഈ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുള്ള ഫീച്ചറിൽ മാത്രം കൺഫൈൻ ചെയ്യാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് അറിയാം അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും അതെല്ലാം പഠിച്ചു വെക്കാം. കാരണം നമുക്കറിയില്ലല്ലോ ഏത് ലെവലിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം ഏത് എക്സ്റ്റെന്റ് വരെ കവർ ചെയ്യാൻ പറ്റുമോ ആ ഒരു എക്സ്റ്റെന്റ് വരെ പോവാം. 7th ക്വസ്റ്റ്യൻ ആൻസർ അഫ്രോഡൈറ്റ് തന്നെയായിരുന്നു, അതും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. സീ മൗസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അഫ്രോഡൈറ്റ്. അവരുടെ ഫുൾ നെയിം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. അഫ്രോഡൈറ്റ് അക്വിലിയേറ്റ ഈസ് എ മറയൻ പോളിക്കീറ്റ് വേം. എന്താണ്? ഒരു മറയൻ പോളിക്കീറ്റ് വേം ആണ് സീ മൗസ് അല്ലെങ്കിൽ അഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഹാസ് എ സോഫ്റ്റ് ബ്രിസ്റ്റിൽഡ് ബോഡി ആൻഡ് ഇറിഡസെന്റ് സെറ്റേൻ റിസംബ്ലിംഗ് ദ ഷേപ്പ് ഓഫ് എ മൗസ്, ഹെൻസ് ദ നെയിം. ആ ഒരു മൗസിന്റെ ഷേപ്പുമായിട്ട് റിസംബ്ലൻസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് നെയിം വന്നത്. നമുക്ക് ആ ഒരു നെയിമിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത് ഒരു സീ ഹോഴ്സ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ യൂപ്പഗരസ് എന്ന് പറയുന്നത് ഈസ് എ ഹെർമിറ്റ് ക്രാബ്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്പെല്ലിംഗ് പാഗരസ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് യൂപ്പഗരസ് എന്നായിരുന്നു, പക്ഷെ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന തെറ്റാണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് മെൻഷൻ. ഇതുപോലെ തെറ്റുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ നമ്മള് ഇതുപോലുള്ള നെയിമൊക്കെ വരുമ്പോ ഈവൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മേ ബി നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ അറിയാത്ത പുതിയ ഏതെങ്കിലും ഓർഗാനിസം ആണെന്ന് ചിലപ്പോൾ മേ ബി വിചാരിക്കാം. ബട്ട് സ്റ്റിൽ മാക്സിമം നമുക്ക് അറിയുന്ന ഒരു ടേം വെച്ചിട്ട് കോറിലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അരണിക്കോള എന്ന് പറയുന്നത് ഒരു ലഘുവം ആണെന്ന് കൂടെ പറയുന്നുണ്ട്. ഒരു എക്സ്പ്ലനേഷൻ എന്തൊക്കെ നിങ്ങൾ പുതുതായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടോ, ആ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം, ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണല്ലോ. അപ്പോ അതിനർത്ഥം ആ ഒരു ഹോട്ട് ഏരിയ ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ആയിട്ട് മേ ബി അപ്കമിങ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 8th വൺ ആപ്പിൾ സ്നെയിൽ, അതും റെഡി ആക്കിയിട്ടുണ്ട്. റാഡുല പ്രസന്റ് ആയിട്ടുള്ളത് ആപ്പിൾ സ്നെയിലാണ്. റാഡുല എന്ന് പറയുന്നത് ഒരു കൈറ്റിനസ് ടൂത്തഡ് റിബൺ ലൈക്ക് സ്ട്രക്ചർ യൂസ്ഡ് ഫോർ സ്ക്രേപ്പിംഗ് ഫുഡ്. കൈറ്റിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ സെക്ഷനുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിന്റെ
എന്ത് മോണോമർസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. ഇത് ഒരുപാട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നെക്സ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. മറ്റു ഫീച്ചേഴ്സ് ഒക്കെ ടൂത്തഡ് റിബൺ ലൈക്ക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് mollusks, particularly gastropods like the apple snail. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. Earthworm, Annelida, Laxae, Adula, grasshopper, arthropoda has mandibles. Starfish, Echinodermata uses 2 feet and a stomach for feeding, not a fella. So, correct ആയിട്ട് ഓരോന്നിന്റെ എക്സ്പ്ലെയിൻ ഉണ്ട്. ഇതിൽ എന്തൊക്കെ പുതിയതുണ്ടോ ഇതൊക്കെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. മാക്സിമം ഇതിപ്പോ തന്നെ പഠിച്ചു പോവാ ബെറ്റർ. കൂടുതൽ ടൈം ഇതിൽ എന്ത് ചെയ്യണ്ട, വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 9th വൺ, കീലോഡെർമ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ ഒരുവിധം ആരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ തിങ്ക് നവീൻ മാത്രമേ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഹി വാസന്റ് ഷുവർ ദാറ്റ്. അതിന് കറക്റ്റ് ആൻസർ വരുന്നത് കീലോഡെർമ എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ടുള്ള അതിന്റെ ഒറിജിനൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ട്. എന്താണ്? കീലോഡെർമ സസ്പെക്ടം, അതായത് ഗില മോൺസ്റ്റർ എന്നും പറയുന്നത്. അപ്പോ ആ ഒരു ടേം ബോൾഡില് മെൻഷൻ ചെയ്തുള്ള ടേം എന്ന് നോക്കിയപ്പോൾ ഓൺലി വിനമസ് ലിസാർഡ്, അതായത് വിഷമുള്ള ഒരേ ഒരു ലിസാർഡ് ഉള്ളൂ, അത് ഈ ഒരു കീലോഡെർമ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് വെനം ഗ്ലാൻഡ്സ് ഇൻ ഇറ്റ്സ് ലോവർ ജോ ആൻഡ് ഡെലിവേഴ്സ് വെനം വയ ഗ്രൂവ്സ് ഇൻ ഇറ്റ്സ് ടീത്ത്. അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല. പിന്നെ ട്രൈനോസോമ എന്ന് പറയുന്നത് ഹോൺഡ് ലിസാർഡ്. ഇതിനെന്താണ്, വെനം ഉണ്ടാവില്ല, അതൊരു ഹോൺഡ് ലിസാർഡിന്റെ എക്സാമ്പിൾ ആണ് ട്രൈനോസോമ എന്ന് പറയുന്നത്. പിന്നെ വൈപ്പർ എന്ന് പറയുന്നത് ഒരു സ്നേക്ക് ആണ്, അല്ലെങ്കിൽ വെനമസ് സ്നേക്ക് ആണെന്ന് പറയാൻ പറ്റും. ക്രൊക്കഡൈൽ എവരിവൺ നോ വാട്ട് ഇസ് ദാറ്റ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക, കാരണം കൂടുതൽ പേരും തെറ്റാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു 9th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രത്യേക ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. 10th വൺ, ടീനോഫോറ. അതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. കോംജെല്ലീസ് ഉള്ളത് അത് ഡയറക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്, പേജ് ഡിസ്കസ് ചെയ്യാനില്ല. മേ ബി ഈ ഒരു സംഭവം നോട്ട് ചെയ്ത് വെക്കാം. ദി ആർ ജെലാറ്റിനസ് മറൈൻ ഓർഗാനിസംസ് ഡിസ്റ്റിങ് ഫ്രം ജെല്ലി ഫിഷ് എന്നുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മറ്റുള്ള ആളുകളുടെ കൊടുത്തിട്ടുണ്ട്, സിലിണ്ടറാറ്റ, ജെല്ലി ഫിഷ്, ഫാറ്റി എലിമെന്റസ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറി ലെവലാണ്. 11th വൺ, പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസും എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട്. ഈസ് എ മോണോട്രിഡ്, എ പ്രിമിറ്റീവ് എഗ് ലേയിങ് മാമൽ. ഇതൊരു ടേം നോട്ട് വെച്ചോളൂ, എ പ്രിമിറ്റീവ് എഗ് ലേയിങ് മാമൽ. എന്താണ് അവർ ഒരു എന്താ പറയുക, ഒരു ആൻസിസ്ട്രസ് ആയിട്ടുള്ള എഗ് ലേയിങ് മാമൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അവരൊരു മാർസൂപ്പിയൽ അല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ മാക്രോപ്പസ് കങ്കാറൂസ്, opossum and wallaby are the marsupials that carry and nurse their young in pouches. അതും I guess everyone knows that. 12th one, Apterygiformes. I think one or two സ്റ്റുഡൻസ് റെസ്പോണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബട്ട് സ്റ്റിൽ അത് റെഡി ആക്കിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കിവി ഏത് കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കിവി ഇസ് എ ഫ്ലൈറ്റ്ലെസ് ബേർഡ് എൻഡമിക് ടു ന്യൂസിലാൻഡ്. എല്ലാവർക്കും അറിയുന്ന പോയിന്റാണ്, കാരണം ന്യൂസിലാൻഡ് അറിയപ്പെടുന്ന തന്നെ കിവി എന്നതിലാണ്. ആൻഡ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ ദി ഓർഡർ Apterygiformes. മറ്റാളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് Passeriformes includes perching birds like sparrows. Psittaciformes includes parrots and Pygiformes includes owls. അതൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. And I'm not sure about the pronunciation is correct or not. I'm not from a zoology background, but still ഇവിടെ ഇതിന്റെ പ്രൊനൗൺസിയേഷന് എന്തില്ല, സിഗ്നിഫിക്കൻസ് ഇല്ല. മാക്സിമം പഠിക്കുക എന്താ കറക്റ്റായിട്ട് എന്നുള്ളത്. 13th 7, അത് വളരെ കോമൺ ആയിട്ടുള്ള, ഈവൻ എന്താ പറയാ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 10th പഠിക്കുമ്പോൾ നമുക്ക് നോർമൽ ക്വിസ് മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവർക്ക് 7 സെർവിക്കൽ വെർട്ടിബ്ര ആണുള്ളത് എന്നുള്ളതൊക്കെ. അപ്പൊ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ചോദിക്കാനും വേഗം ഒരു വെറി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് തന്നെ നമ്മുടെ സ്കോറിനെ എല്ലാവർക്കും മേടിക്കാൻ പറ്റും. അതുകൊണ്ട് പറയാനുള്ളത് എന്താണ്, ആവശ്യമില്ലാതെ അറിയാത്തത് പോയിട്ട് വർക്ക് ചെയ്യേണ്ടി. കാരണം എല്ലാവർക്കും അല്ലെങ്കിൽ മെജോറിറ്റി സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനും ഈ ഒരു ലെവൽ തന്നെ ആയിരിക്കും, അവർക്ക് അറിയുന്നുണ്ടാവും.
കേസ് നമുക്ക് കുറവാണെങ്കിൽ പറയുന്നുണ്ട്. Okay. മറ്റുള്ളവർക്ക് എന്താ അവസ്ഥ? സൗണ്ട് കുറവാണോ? പ്ലീസ് റെസ്പോണ്ട്. അനുശ്രീ, നിരഞ്ജന, സൗണ്ട് എന്താ അവസ്ഥ? ഹലോ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ ഫൈൻ. അപ്പോ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഡെസ്പൈറ്റ് ഇറ്റ്സ് ലോങ് നെക്ക്, എ ജിറാഫ് ഹാസ് 7 cervical vertebrae. അതന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞത്. സെയിം നമ്പർ ആസ് ഇൻ ഹ്യൂമൻസ്. അതാണ് പോയിന്റ്. എന്താണ് ഹ്യൂമൻസിലുള്ളത് പോലെ തന്നെയാണ് അവരുടെ കേസും. ദ ഡിഫറൻസ് ലൈസ് ഇൻ ദ ലെങ്ത് ഓഫ്, ഐ തിങ്ക് ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 14th നോക്കാം. ഇതും ശരിയാക്കിയിട്ടുണ്ടായ ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. ഐ തിങ്ക് ഹയർ സെക്കൻഡറിയില് ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പോയിന്റ് തന്നെ ഉണ്ട്. ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് vertebrates. I still remember that. Anyway, all vertebrates belong to the phylum Chordata because they possess a notochord. വളരെ ഇഷ്ടമുള്ള കാര്യം. പോലുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കുന്നില്ല. 15th വൺ പൊയ്ക്കിലോതേർമിക്. അതും എല്ലാവരും റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം കോൾഡ് ആനിമൽ ആണ് ആൻഡ് അവരിൽ നിന്നാണ് ടെമ്പറേച്ചർ കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. മേ ബി അതിന്റെ എക്സാമ്പിൾസ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ലൈക്ക് ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ഫിഷ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. അത് എല്ലാവർക്കും അറിയേണ്ടത് തന്നെയാണ്. അവർക്ക് കനോട്ട് റെഗുലേറ്റ് ദെയർ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ, സോ ഇറ്റ് വേരീസ് വിത്ത് ദ എൻവയോൺമെന്റ്. പക്ഷെ ഇവിടെ ഒരു കാര്യം വേണ്ടി പറയാൻ പറ്റും. ആർക്കെങ്കിലും അതിന്റെ ഒരു റീസൺ പറയാൻ പറ്റുമോ? ലൈക്ക് what might be the reason behind that they cannot regulate their internal body temperature? Anyone? I mean, ഞങ്ങൾക്ക് അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കണക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. But if you can, then it would be a very nice thing. Anyone? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിനെ അവരുടെ ബോഡി ടെമ്പറേച്ചർ, ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എൻവയോൺമെന്റിന് അനുസരിച്ചിട്ട് വാരി ചെയ്യുന്നത്. നമ്മള് പ്ലാസ്മ മെംബ്രെയിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡി ഹോമിയോസ്റ്റേസിസിന് വളരെ പ്രധാനപ്പെട്ട റോള് പങ്കുവഹിക്കുന്ന ആളുകളാണ് പ്ലാസ്മ മെംബ്രെയിൻ. അവരെന്ത് ചെയ്യും? ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അവരുടെ ഒരു പ്ലാസ്മ മെംബ്രെയിന്റെ ഇന്റേണൽ കോമ്പോസിഷൻസ് അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോ ആ ഒരു സംഭവമാണ് ഇവിടെയും അപ്ലിക്കബിൾ ആയിട്ട് ഉള്ളത്. അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് അതിനനുസരിച്ചിട്ടുള്ള ലിക്വിഡ് കണ്ടൻസ് അവരിൽ ലാക്കാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ ഒരു ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ആ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ്സ് വൈ അവരുടെ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് മാറുന്നത്. And aquatic can include both ectothermic and homeothermic animals. Desert living includes both types too. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹോമിയോതെർമിക് ആനിമൽസ് വാം ബ്ലഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. എസ്പെഷ്യലി കൊളസ്ട്രോൾ മോളിക്യൂൾസ് ഒക്കെയാണ് ആ ഒരു ബഫറിംഗ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം പ്രിറ്റി ഷുവർ. ആൻഡ് 16th വൺ എല്ലാവർക്കും അറിയാമെന്നില്ല. കാരണം വയസ്സെന്നുള്ള ഒരു അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞുള്ള ഒരു ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഷുവർ. അടുത്ത ശേഷം പറയട്ടോ. ഫൈൻ. ഐ തിങ്ക് ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കേ വേണ്ട. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇരുന്നിട്ട് നമുക്ക് പിന്നെ ടൈം കളയണ്ട.
അന്നേരം അറിയാത്ത എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊടി തട്ടെടുക്കാം. 7 ഒന്നോ രണ്ടോ പേരാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ എന്താണ് അത് ശരിയാണ്, കറക്റ്റ് ആണ്. കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ആൻഡ് 1866 പ്രോക്ടിസിലേക്ക് ആഡ് ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു എന്താ പറയാ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് നോക്കുക. കരോളസ് ലിന്നസ് 2 കിങ്ഡം സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. എച്ച് വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പ്രപ്പോസ് ചെയ്തത്. കാൾവോസിന്റെ 3 ഡൊമൈൻ സിസ്റ്റം ആർക്കിയ, ബാക്ടീരിയ, യൂക്കാരിയ. മേ ബി ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒക്കെ തെറ്റാക്കുമെന്ന് വിചാരിച്ചത് ഈ ഒരു പോയിന്റ് ആയിരുന്നു. കാൾ വൂസ് അതുപോലെ ഏണസ്റ്റ് ഹെയ്ക്കൽ ഇതിലങ്ങോട്ട് ഒരുപാട് പേര് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ആ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡൊമൈൻ സിസ്റ്റം ആ രണ്ടും തമ്മിൽ അവര് സെയിം ആയിട്ടാണ് കാണുന്നത്. രണ്ടും വളരെ ഡിഫറെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഒന്ന് 3 ഡൊമൈൻ സിസ്റ്റം ആർക്കിയ, ബാക്ടീരിയ, യൂക്കാരിയ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഒരു കിങ്ഡം ആണ് പറയുന്നത് മാംഗ്ലി, അനിമലിയ, ലൈക്ക് ദാറ്റ്. അത് നോട്ട് ചെയ്ത് വെക്കാം. 8 ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ് അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഗ്ലൂക്കോസ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബോണ്ട് ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു ഭാഗം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ തിങ്ക് ലാസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ സെക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെയുള്ള ഡൈസാക്കറൈഡ്സിന്റെ ഒക്കെ മോണോമറിക് യൂണിറ്റ്സും അവരുടെ ബോൺസും മസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. മസ്റ്റ് ആയിട്ട് ചോദിക്കും, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ മാൾട്ടോസ്, സൂക്രോസ്, സെല്ലുലോസ്, അതുപോലെ ഏറ്റവും നമ്മളെപ്പോഴും കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരുടെ മോണോമറിക് യൂണിറ്റ്സും പഠിച്ചു വെക്കുക, അതുപോലെ ബോൺസും പഠിച്ച് വെക്കുക. ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഫോർമഡ് ഡ്യൂറിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് മാൾട്ടോസ് ഉണ്ടാവുന്നത് എന്ന് കൂടെ പറയുന്നുണ്ട്. ലാക്ടോസിന്റെ സുക്രോസിന്റെ ഒക്കെ ഫോം ഇതിനെ കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ഇസ് ഇക്വൽ ടു ലാക്ടോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ഇസ് ഇക്വൽ ടു സുക്രോസ്. അപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. അതിന് ഗ്ലൈസിൻ അതെല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക്, കാരണം ഉണ്ടല്ലോ ഈ അമൈനോ ആസിഡ്സിൽ 19 അമൈനോ ആസിഡ്സിനും എന്തുണ്ട്, കൈറാൽ ആക്ടിവിറ്റി ഉണ്ട്. അതായത് അവരുടെ ആൽഫ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ആറ്റംസും ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് അവരെ കൈറാൽ എന്ന് വിളിക്കുന്നത്. എക്സെപ്റ്റ് ഗ്ലൈസിൻ, ഗ്ലൈസിന്റെ കേസ് മാത്രമാണ് കൈറാൽ അല്ലാത്തതുള്ളൂ. അതായത് ഗ്ലൈസിന്റെ 4 അളകളിൽ 2 ആള് ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ സ്ട്രക്ചറും ആണ്, കൈറാൽ കോമ്പൗണ്ടും അല്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അലാനിൻ, ആസ്പാരജിൻ. പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ അമൈനോ ആസിഡ്സിന്റെ സൈഡ് ചെയിനിലുള്ള സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു നോക്കുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്റിഡിന്റെ സൈഡ് ചെയിനുള്ള റിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമിഡാസോൾ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ പ്രോട്ടീൻ മാത്രമാണ് ഒരു സെക്കൻഡറി അമൈനോ ആസിഡ് ആയിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ആ കേസസ് ഒക്കെ നോട്ട് ചെയ്ത് നോക്കുക. പിന്നെ അറോമാറ്റിക് അമൈനോ ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ലൈക് ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു നോക്കുക. ആ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ഉണ്ടല്ലോ, OH ഗ്രൂപ്പ് ഉള്ള അല്ലെങ്കിൽ ലൈക് ഹൈഡ്രോഫോബിക്, ഹൈഡ്രോഫിലിക്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ആ ഒരു ബേസിക് ബയോകെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ തന്നെ ഇവിടെയും ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. ക്ലാസിഫിക്കേഷൻ ഉപരിയായിട്ട് ഞാൻ പറയുന്നത് ആ സൈഡ് ചെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ആരുടെയും സൈഡ് ചെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ഞാൻ ഇതുപോലെ പ്രത്യേക പേരുകൾ ഉള്ള ആളുകൾ, ഹിസ്റ്റഡിന്റെ ഇമിഡാസോൾ അങ്ങനത്തെ ആളുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഫൈനൽ വൺ, DDBJ, DNA Data Bank of Japan is a nucleotide sequence database, not a protein sequence database. ഐ തിങ്ക് അതും നിങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് PIR, PST, സിസ്പോട്ട് ഒക്കെ എന്താണെന്നുള്ളത് പഠിച്ച് വെക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോ ഇൻഫോർമാറ്റിക്സിൽ വലിയ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വലിയൊരു ഐഡിയാസ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബേസിക് ആയിട്ടുള്ള അതുപോലെ ടൂൾസ്, അതിന്റെ യൂസസ്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് ബ്ലാസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട, അത്ര ഡീപ്പായിട്ട് ചോദിക്കാൻ പോകുന്നില്ല.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. PPT ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. Is there any doubt? ഒന്നുകൂടെ ഒന്ന് PPT ഇടുവോ, ഷെയർ ചെയ്യുവോ അതില് ആപ്പില്? ഞാൻ എപ്പോഴും നമ്മുടെ എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ അവരോട് ഓർമ്മിപ്പിക്കാം. ഫോർ ഷുവർ. ഞാൻ ഒരൊക്കെ ലേറ്റ് ആയി ക്ലാസ് കയറി, അപ്പൊ അതാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഷുവർ. ഓക്കെ. ഓക്കെ ബൈ, ഓൾ ദി ബെസ്റ്റ്.